കണ്ണൂർ വിഷൻ ചാർജ് ഷീറ്റിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ചാർജ് ഷീറ്റിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്ന അതിഥി അഡ്വക്കേറ്റ് വിനോദ് കുമാർ ചമ്പൂർ. 7 വർഷം തലശ്ശേരി ഡിസ്ട്രിക്ട് കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി, ഡിസ്ട്രിക്ട് ഗവൺമെൻറ് പ്ലീഡറായി ജോലി ചെയ്ത ആളാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ക്രിമിനൽ അഭിഭാഷകനാണ്. അദ്ദേഹം ഇപ്പോൾ തന്നെ ഏതാണ്ട് 1 ഡസൻ 302 കേസുകൾ സെഷൻസ് കോടതികൾ കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകനാണ് ഇന്നും നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹം പങ്കുവെക്കുന്നത് ഈ റീത്ത വധം എന്ന് പറഞ്ഞാൽ തളിപ്പറമ്പിനടുത്ത് ഒരു ഗ്രാമത്തിൽ റേഷൻ കടയിൽ പോയി വരികയായിരുന്ന ഒരു വീട്ടമ്മ. അതൊരു വിജനമായ പ്രദേശത്ത് ആ വീട്ടമ്മ കൊല്ലപ്പെടുകയാണ്. ആ വീട്ടമ്മ കൊല്ലപ്പെടുന്നു. അതിൻ്റെ പ്രതിയെ അതിസാഹസികമായി പോലീസ് കണ്ടെത്തുന്നു. ആ പ്രതിക്ക് നിയമം കേസ് കൃത്യമായി പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് കേസ് നടത്തി ആ പ്രതിക്ക് അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ റീത്ത വധത്തിൻ്റെ നാൾ വഴികളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് ഇന്നത്തെ ചാർജ് ഷീറ്റ്. പ്രേക്ഷകർക്കും ഒപ്പം വിനോദ് കുമാർ ചമ്പളവനും ചാർജ് ഷീറ്റിലേക്ക് സ്വാഗതം. ഇവരുടെ ശരീരത്തിൽ ഈ തലക്കല്ലാതെ വേറെ എവിടെയെങ്കിലും പാടുകൾ പറയുന്നു? ഇല്ല. ബലപ്രയോഗം പിന്നെ ഞാൻ പറഞ്ഞത് ചെറിയ പാടുകളുണ്ട്, നഖത്തിന്റെ പാടുകൾ ശരീരത്തിൽ. അല്ലാതെ സീരിയസ് ആയിട്ട് ഇഞ്ചുറി എന്ന് പറയുന്നത് ഒറ്റ ഈ പറയുന്ന ഇഞ്ചുറികളേ ഉള്ളൂ. അത് നല്ലോണം കല്ലിന്റെ ഒരൊറ്റ കുത്തി തന്നെ ബോധം പോയി രക്തം വാർന്നു വരും. പിന്നെ മരിച്ചിട്ടുള്ള ഒരു അൺകോൺഷ്യസ് സ്റ്റേജിലാണ് ഇവൻ ഈ അറ്റംപ്റ്റ്. അപ്പൊ ഇവൻ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അവിടുന്ന് പോകുന്നത്? അതെയോ? അല്ല, ഇവനെ മരിച്ചിരുന്ന് വിചാരിച്ചിട്ടില്ല, മരിക്കുന്നു വിചാരിച്ചിട്ടില്ല. അവന്റെ കൺഫെഷനിൽ പിന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പിന്നെ ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ അവൻ വിഡ്രോ ചെയ്തു. മരിക്കുന്ന അവൻ വിചാരിച്ചില്ല. പിന്നെ അവൻ വന്ന് നോക്കിയതായിട്ട്. പിന്നെ ഇവനും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ആൾക്കാരുടെ സെർച്ചിൽ ഇവനും പങ്കെടുത്തിട്ടുണ്ട്. അതാണ് വേറെ കാര്യം. പ്രതിയും അതായത് അന്ന് ഈ നാട്ടിലെ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ ഇയാളും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ. ഈ റീത്തയെ അന്വേഷിച്ച് പോയ ആൾക്കാരെ കൂട്ടത്തിൽ ഇദ്ദേഹവും അതിന് ചെറിയൊരു മൂവ്മെന്റ് പോലെ ഇയാളെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അതായത് ഇയാൾ വെറുതെ ഇരുന്നില്ല. അതായത് അദ്ദേഹത്തിന് ഇത് ഒളിച്ചു വെക്കാനുള്ളൊരു വ്യഗ്രത ഉണ്ടായിരുന്നു. സംശയത്തിന്റെ സംഭവം വരാതിരിക്കാൻ അതിന്റെ കൂടെ കൂടി. അതെ. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ ലൂർദ് ഹോസ്പിറ്റൽ എവിഡൻസ്, മുടി, ഈ പറയുന്ന ഫോറൻസിക് റിപ്പോർട്ട്, അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, കുറ്റസമ്മതം മൊഴി, പിന്നെ ഇവരുടെ വസ്ത്രങ്ങൾ, ഇവന്റെ ഡ്രസ്സിൽ ബ്ലഡ് ഉണ്ട്. ഇവൻ മുണ്ടും ഷർട്ടും അത് പിന്നെ ഇവന്റെ അലമാരയിൽ നിന്ന് ഇവന്റെ വീട്ടിൽ നിന്ന് എടുത്തു. പക്ഷെ അത് അലക്കിയിട്ടുണ്ടെങ്കിലും അതിലെ ബ്ലഡ് സ്റ്റെയിൻസ് കണ്ടെത്താൻ പറ്റി. ഇവളുടെ ഡ്രസ്സും ഉണ്ട്. അപ്പൊ ഇവളുടെ ഡ്രസ്സിലുള്ള ഗ്രൂപ്പിങ്ങും എല്ലാം നടത്തിയിരുന്നു. ഇവളുടെ ഗ്രൂപ്പിംഗ് തന്നെ അവന്റെ ഡ്രസ്സിലും കണ്ടെത്തി. അപ്പൊ അതും ഒരു നല്ല സാഹചര്യത്തിൽ. അപ്പൊ എല്ലാ തരത്തിലും നോക്കിയാൽ റേഷൻ കാർഡ്, സഞ്ചിയും അരിയും എല്ലാം അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഒരു പേഴ്സ് ഉണ്ട്, ഈ ലേഡിയുടെ ഒരു പേഴ്സ് ഉണ്ട്. അതും അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മള് യേശുവിന്റെ ഒരു ഫോട്ടോക്ക് ഉള്ളിൽ വെച്ച ഒരു പേഴ്സും അവിടുന്ന് റിക്കവർ ചെയ്തിട്ടുണ്ട്. അത്രയും കിട്ടി. അപ്പോൾ അതായത് ഈ റേഷൻ കടയിൽ പോയി തിരിച്ചു വരുന്നു എന്നും അരി വാങ്ങിച്ച ഒരു സ്ത്രീ അവിടത്തം വരെ എത്തി എന്നുള്ളതിന് കറക്റ്റായ എവിഡൻസ്. പിന്നെ ഈ പറയുന്ന പയ്യനെ അവിടെ കണ്ടു എന്നുള്ള ഒരു 5ാമത്തെ സാക്ഷി. ഇവനെ അവിടെ മരം മുറിക്കുന്നത് ഇവൻ അവിടെ ഉണ്ട്, ഈ ലൊക്കാലിറ്റിയിലുണ്ട്. മറ്റേ ഈ പറയുന്ന പ്ലേസ് തന്നെ 50 മീറ്റർ മാറിയിട്ട് ഇവനെ കാണുകയും ഇവൻ തിരിച്ചങ്ങോട്ട് പോവുകയും ചെയ്തു എന്നുള്ള ഒരു തെളിവും വന്നു. ദൃക്സാക്ഷികളില്ല. ഈ സംഭവം ആരും കണ്ടിട്ടില്ല. ഇൻസിഡന്റ് ആരും കണ്ടിട്ടില്ല. സാഹചര്യമാണ് അവനെ ശാസ്ത്രീയമായ തെളിവുകളാണ്. ഈ സാക്ഷികളിൽ ഏതെങ്കിലും സാക്ഷി ഹോസ്റ്റലാവോ അങ്ങനെ ആരുമില്ല. എല്ലാവരും അവരെ എന്താണോ അവർക്കുള്ള പാർട്ട് അത് എനിക്ക് തോന്നുന്നു. നമ്മൾ സാധാരണയായിട്ട് പ്രോസിക്യൂഷൻ നമ്മൾ വലിയ പെയിൻ എടുത്ത് അവരെ കൊണ്ട് ഇത് പറയണം അത് പറയണം ഒന്നുമില്ല. അവരൊക്കെ എല്ലാം അവർക്കറിയാം, അവർ റെഡിയായിരുന്നു. പിന്നെ അധികം മാനിപ്പുലേഷൻസും ഇല്ല. എല്ലാ സാക്ഷികളും ഏകദേശം യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങളാണ് ഇവിടെ വന്ന് പറയുന്നത്. ഈ 27 സാക്ഷികളുടെ റേഞ്ച് ഉണ്ടല്ലോ, 70 സാക്ഷികൾ. അതെ. അതിനകത്ത് നിങ്ങൾ 27 സാക്ഷി. അതെന്താ പറഞ്ഞാൽ അതിനകത്ത് ഈ മഹസറുകൾ കുറെ വരുമ്പോൾ കുറേ സാക്ഷികൾ 2ഉം 3ഉം സാക്ഷികൾ ഉണ്ടാവും. ഓരോന്നിന് 2 സാക്ഷികൾ ഉണ്ടാവും. അപ്പോൾ മഹസറെല്ലാം നമ്മൾ കട്ട് ഷോട്ട് ചെയ്തിട്ടിപ്പം സംഭവസ്ഥല മഹസറുണ്ട്, അതുപോലെ റിക്കവറി ആയിട്ടുള്ള മഹസർ, പിന്നെ 27 റിക്കവറി, അത് പേഴ്സ് റിക്കവറി ചെയ്യുന്ന വേറെ, കല്ല് റിക്കവറി ചെയ്യുന്ന. അപ്പം അങ്ങനെ നോക്കിയ ഒരു 10 മഹസർ ഉണ്ടെങ്കിൽ അതിലെല്ലാം 20 സാക്ഷിയുടെ 10ആയിട്ട് ചുരുക്കും. പിന്നെ ഇവിടെ ഹോസ്റ്റൈൽ ആവില്ല, നമ്മൾ ഒന്നിലധികം വേണ്ടി വരില്ല. അപ്പോൾ എല്ലാത്തിനെയും 2 അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും ചെയ്യുന്നത് ഒരേ പോയിന്റ് തെളിയിക്കാൻ 2 സാക്ഷികളെ മിനിമം അവർ സൂക്ഷിക്കും. കാരണം ഒരാൾ എന്തെങ്കിലും സംഭവിക്കുക, ഇല്ലെങ്കിൽ അല്ലെ ഹോസ്റ്റൈൽ അല്ലെ ഇല്ലാണ്ട് ജീവിതം അവസാനിച്ചു പോവുക. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ആളില്ലാണ്ട് വരുന്നതിന് ഒരു കെയർ കൊടുക്കും. അത് അന്വേഷണത്തിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിളാണ്. എല്ലാത്തിനും ഒന്നിലധികം സാക്ഷികളെ അവർ കെയർ ചെയ്യും. അപ്പോൾ ഇതിലുള്ളതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഒരു 60 ഉണ്ടെങ്കിൽ അതിലൊരു 1/3 നമ്മളങ്ങ് ഒഴിവാക്കി. പിന്നെ അതിലെന്താ പറഞ്ഞാൽ ഈ കുറേ എണ്ണം എന്താ ഈ നാട്ടിലുള്ള സ്ത്രീകളാണ്.
അത് എനിക്ക് തോന്നുന്നു 8ഓളം സാക്ഷികളുണ്ട്, 8-9 സാക്ഷികൾ റെഡിയാണ് ഈ പറയുന്ന ഇയാളുടെ ഈ വൃത്തികേടുകൾ പറയാൻ. പക്ഷെ അതിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് പറ്റാവുന്ന ഏറ്റവും കൂടുതൽ അലിഗേഷൻസ് പറഞ്ഞ സ്ത്രീകളെ അവർ പറയുന്നത് എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്, എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അതിന് കോർട്ടിന് ബുദ്ധി ഭയങ്കര ബുദ്ധിയല്ലേ പോലീസിന്റെ അല്ലേ? ഞാൻ ഈ കേസിൽ അത് ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ്, ഇത് കേസിൽ ഇവർ അക്കാഡമിയിൽ ഈ പോലീസ് ട്രെയിനിങ്ങിന്, സബ് ഇൻസ്പെക്ടർമാരുടെ ട്രെയിനിങ്ങിന് ഈ പറയുന്ന CD കംപ്ലീറ്റ് ഞാൻ പറഞ്ഞല്ലോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് കൊണ്ടുപോയി എൻ്റെ അടുത്ത് സദാനന്ദൻ പിന്നീട് ഒരു ദിവസം പറഞ്ഞു, നിങ്ങൾ ആ കേസിൻ്റെ CD അവിടെ പഠനത്തിന് അവർ യൂസ് ചെയ്യുന്നുണ്ട്, ആ ക്വസ്റ്റ്യനിങ്ങിൻ്റെ മെത്തേഡ്സ്, ഇതിന് ഇൻവെസ്റ്റിഗേഷൻ, CD എല്ലാം കൊണ്ടുപോയിരുന്നു. എന്നാലും അത്രയും നാട്ടിലെ മുഴുവൻ സ്ത്രീകളെയും അല്ല, ഇതിൽ അവർ പലപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവൻ്റെ ചെറിയ ചെറിയ കുഞ്ഞുനാളിൽ തന്നെ ഇവൻ ചെയ്ത ഉപദ്രവങ്ങളെല്ലാം പറയുന്ന കുഞ്ഞുങ്ങൾ പോലെയുള്ള വലുതായ ആൾക്കാരെല്ലാം ഉണ്ട്. അപ്പൊ അവരെയൊന്നും നമ്മൾ അവിശ്വസിക്കാൻ അത് ഇവനെ നല്ല പരിചയമുള്ള ആള്. പിന്നെ ഇവന് ഈ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നത് വരെ ഇവനെ അവർ ഇഗ്നോർ ചെയ്യുമല്ലോ. നാട്ടും പുറത്ത് അങ്ങനെ ഉണ്ടല്ലോ, ഇവനൊന്ന് കൈവച്ച ഒന്ന് തൊട്ടാലും അധികം മിണ്ടാണ്ടിരിക്കുന്ന നാട്ടും പുറത്തല്ലേ. ഇതുപോലെ നമ്മൾ ഭയങ്കര വിജിലായിട്ട് പോലീസിന് കൊടുക്കുക, അങ്ങനെയുള്ള ഒരു ഏരിയ അല്ല അത്. ഒരു പാവം അവരെ ഇഗ്നോർ ചെയ്യും. അവനെ ഇവൻ കണ്ടു, ഇവൻ ഓടുന്ന കണ്ടാലും ഇവനോട് പിന്നെ ചോദിക്കും, നീ എനിക്ക് എന്താ കാണേണ്ടത്, ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ വർത്താനൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. ചെറുപ്പത്തിലെ വിക്രസ എന്ന് പറയുന്നുണ്ട്. അതെ. അപ്പൊ ആ ഒരു ജന്മന അവന് ഉള്ള ഈ വൃത്തികേടിന്റെ ഭാഗമായിട്ടാണ് ഇവൻ ഈ സ്ത്രീനെ കണ്ടു. പിന്നെ അവളെ അരിയും വാങ്ങിച്ചു. പിന്നെ നല്ല കാണാൻ ഫെയർ ആയിട്ടുള്ള ലേഡിയാണ്, ഒരു ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലേഡി. അതെ, നാട്ടിൽ എല്ലാവർക്കും അതെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ എല്ലാവരുമായിട്ട് വളരെ സ്നേഹമുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ അങ്ങനെ ഒരു കാണാനും ഭംഗിയുണ്ട്. അപ്പൊ ഇവനാ ഒരു അപ്പൊ തന്നെ അത് ഈ ഒരു ഉദ്ദേശം അവന്റെ മനസ്സിലേക്ക് വരും. നിങ്ങളെ ചീഫ് നിക്കോളാസ് ജോസഫും ചെറിയ ആളൊന്നുമല്ല, എന്റെ സുഹൃത്താണ്. ഞങ്ങളൊരു ട്രെയിൻ യാത്രയിൽ ഈ കേസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. കാരണം തുളസിബായി മേഡത്തിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ആ മേഡത്തിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഒരു കേസ് വാദിച്ചിരുന്നു. കുറച്ച് കഥകൾ എന്നോട് പറഞ്ഞു, ഞാൻ മറന്നു. ഒരു ദിവസം അല്ല, അദ്ദേഹത്തിന് അത് അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എതിരായിട്ടുള്ള ഒരു ലീഗലായിട്ടുള്ള ചില ഇഷ്യൂസ് അവൻ ഏറ്റവും കൂടുതൽ അവൻ ചാലഞ്ച് ചെയ്യുന്നത് ഈ റിക്കവറി ഓഫ് ഹെയർ. അത് ഇപ്പോഴും അവരുടെ വാദം ഈ ഹൈക്കോർട്ടിലും അതേ വാദമാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹൈക്കോർട്ടിൽ ഇത് എത്തിയപ്പോൾ 2017 ഇത് ഹൈക്കോർട്ടിൽ ഏകദേശം ഒരു 5 ശരിവച്ചു. മാത്രമല്ല സുപ്രീം കോർട്ടിൽ സ്പെഷ്യലി പെറ്റീഷൻ ദാറ്റ് ഓൾസോ ഡിസ്മിസ്ഡ്, അത് കൺഫേം ചെയ്തു. അതായത് ഈ ശിക്ഷ, തുളസിബായിയുടെ ശിക്ഷ ഹൈക്കോടതി കൺഫേം ചെയ്തു. അതായത് ഷഫീഖും സോമരാജുള്ള ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചു, അവർ സ്ഥിരപ്പെടുത്തി. പിന്നെ സുപ്രീം കോർട്ടിൽ ഇവർ കൊടുത്തു. ഇതിന് മേലെ അപ്പീൽ ഫയൽ എടുത്തില്ല, അവർ ഡിസ്മിസ് ചെയ്തു. അതിനകത്ത് ആ സാഹചര്യ തെളിവിന് അത് ആ സുപ്രീം കോർട്ടിൽ എന്ന് പറഞ്ഞാൽ അവരത് പരിശോധിച്ചിട്ട് ഇത് ഈ നോ ഇല്ലീഗാലിറ്റി, നോ എറർ കമ്മിറ്റഡ് ബൈ ദ സെഷൻസ് കോർട്ട് ഓർ ഹൈക്കോർട്ട് എന്ന് പറഞ്ഞിട്ട് അവർ ക്ലോസ് ചെയ്തു. സത്യത്തിൽ എത്ര കാലം നീണ്ടു വിചാരം? ഇതിപ്പോ 2000 അല്ല, അവിടെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം സെഷൻസിൽ എനിക്ക് തോന്നുന്നു ഒരു 1.5 മാസം 2 മാസത്തിനുള്ളിൽ പൂർത്തീകരിച്ചു. 2 മാസം കൊണ്ട് പൂർത്തീകരിച്ചു. അതും അങ്ങനെ. അതായത് ഒന്ന്, പിന്നെ എന്റെ ടേം എനിക്ക് ഏത് സമയത്തും ഞാൻ റെസിഗ്നേഷൻ ഒറ്റ ജഡ്ജാ കേട്ടത്, ഒരു പ്രോസിക്യൂട്ടർ ഒറ്റ ജഡ്ജ്. അല്ല, ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ നോർമൽ കേസിൽ കിട്ടൂല സാക്ഷികൾ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഓരോ സമൻസ് പോകുമ്പോ അവര് റെഡിയാ, ഒരു ജനകീയ കമ്മിറ്റി കൊണ്ടുവരും ആളാ. അതിന്റെ ചോദിക്കും, വക്കീലെ ഈ 3 സാക്ഷികളെയും സമൻസ് ഇവരാണ് നല്ലത്, ഇവര് നന്നായിട്ട് പറയും, അവര് മിടിക്കുക, അല്ല അവർ നന്നായിട്ട് പറയും. സാക്ഷികളിൽ എത്ര സ്ത്രീകൾ ഉണ്ടായിരുന്നു? അതില് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 7ഓളം സ്ത്രീകൾ, 27 പേരിൽ 7ഓളം ഔദ്യോഗിക സാക്ഷികൾക്ക് പുറമെ 7ഓളം നാട്ടുകാരെ സാക്ഷികളെ വിസ്തരിച്ചു. അവരെല്ലാരും സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. ഈ ചീഫ് ഓക്കെ, നിങ്ങളുടെ ക്രോസ്, ഈ നിക്കോളാസിന്റെ ക്രോസിൽ നമ്മുടെ സാക്ഷികൾ നമ്മൾ അതിൽ ആകെ എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ സാക്ഷികളും എടുത്തും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അല്ല ഈ കേസ്. ഈ കേസിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നിയമ പ്രശ്നം ഉണ്ടെങ്കിലും ഒരു പ്രോസിക്യൂഷന് ഈ ഒരു ഡിഫൻസ് ലോയറുടെ എന്ത് ക്വസ്റ്റ്യൻസ് വരും എന്ന് പറയാൻ വളരെ എളുപ്പം, നമുക്ക് കുറച്ചൊരു ലീഗലായിട്ട് നമുക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ പറയാൻ പറ്റും. കാരണം ഇതിൽ അവർ വരുമ്പം അവർ ചാലഞ്ച് ചെയ്യുന്നത് ഈ പറയുന്ന 5 സർക്കംസ്റ്റാൻസസാണ്. ഈ 5 സർക്കംസ്റ്റാൻസസിനെ ഇല്ലാതാക്കാനാണ് അവർ ആദ്യം ശ്രമിക്കുക. ഒന്ന് നമ്മൾ ഈ പറയുന്ന ലൂർദ് ഹോസ്പിറ്റല്, പിന്നെ ഇവന്റെ മുടി, പിന്നെ ഇവന്റെ നമ്മളെ എന്താ കല്ല്, പിന്നെ ഇവന്റെ പേഴ്സ് റിക്കവറി, പിന്നെ ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം, പിന്നെ ഈ ഇവരത് നാട്ടുകാർ പറഞ്ഞ സ്വഭാവം, ഈ പറയുന്ന കാര്യങ്ങളിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു, അവർ ഹെയറിനെ ചാലഞ്ച് ചെയ്യും. ഹെയറിന്റെ മേലെ ചാലഞ്ച് ചെയ്യുന്ന 2 വിറ്റ്നസ്സാണ്. ആ 2 വിറ്റ്നസ്, ഇൻഡിപെൻഡൻറ്റ് വിറ്റ്നസ്, അവർ പറയുന്നു ഇത് കൃത്യമായിട്ട് സാറ് കോംബ് ചെയ്തെടുത്ത് അവൻ സ്വമേധയാ
ബലം പ്രയോഗിക്കാതെ അവൻ സമ്മതിച്ചിട്ടാണ് എടുത്തത്. ഉം. അതായത് അവനെ കോംബ് ചെയ്ത് അങ്ങനെ മുടി കിട്ടും. കിട്ടും. ഇപ്പൊ നമ്മളൊരു ചീർപ്പെടുത്ത് ചെയ്യുന്നതിയാല് നമ്മൾ ഈ അതിനകത്ത് മുടി മൈക്രോസ്കോപ്പിക്ക് ഉണ്ടാവും. വെച്ചാൽ ആ. ഒരു 5-6 മുടികൾ ഉണ്ടാവും. ഉറപ്പായിട്ട് അതിലുണ്ടാവും. ഉം. അപ്പൊ അതെടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ ഇതിലേക്ക് സ്റ്റേഷനിലെ മുടി പോലീസുകാർ മുടി ഇങ്ങനെ ചീന്തിയിട്ട് അപ്പൊ ആ സാധനത്തിലേക്ക് ആക്കിയിട്ട് അത് ഇത് വെച്ചിട്ട് നേരെ എടുത്തിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ അതിലാണ് അവർ ചാലഞ്ച് ചെയ്യുന്നത്. അത് ചെയ്യേണ്ടിയിരുന്നത് ഇവനെ പിന്നെ കോടതിയിൽ പെർമിഷൻ എടുത്തിട്ട് ഈ നുണപരിശോധന എക്സ്പേർട്ട്, അതായത് അന്ന് ഈ 57 എന്നെല്ലാം പറയുന്ന ഒരു പ്രതിയുടെ എത്രത്തോളം പ്രതിയുടെ തെളിവ്, അവന്റെ എതിരായിട്ടുള്ള തെളിവ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് അവനെ സ്വന്തമായിട്ട് അവനെതിരെ തെളിവുണ്ടാക്കാൻ ഉപയോഗിക്കരുത്. അതായത് ഞാനാണ് പ്രതിയെങ്കിൽ എനിക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്, എന്നെ സാക്ഷിയാക്കാൻ. അപ്പൊ ആ ഒരു പ്രൊട്ടക്ഷൻ അവരുള്ളത് കൊണ്ട് അപ്പോൾ അതിലും ചാലഞ്ച് ചെയ്തു. അപ്പോൾ അതും കോടതി പറയുന്നുണ്ട്, ഇതിലും ഹൈക്കോർട്ടിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഈ കോംബ് ചെയ്തത് ശരിയല്ല, അത് അവൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിനെതിരാണ്. അപ്പോൾ കോടതി അത് പറഞ്ഞു, അത് ആ കാര്യത്തിന് തെളിവ് ശേഖരിക്കുന്നതിന് 57, 54 എന്ന് പറഞ്ഞാൽ പഴയ CRPCയിൽ ഉള്ള പ്രൊവിഷൻസ് വെച്ചാണ് ചെയ്യുന്നത്. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിക്കൽ എവിഡൻസ്, പിന്നെ ഫിംഗർ പ്രിന്റ്, ഇതൊക്കെ വേണമെങ്കിൽ വിത്ത് പെർമിഷൻ എടുക്കണം എന്നായിരുന്നു. പക്ഷെ പെർമിഷൻ ഇല്ല. പക്ഷെ അത് കോർട്ട് എന്ത് ചെയ്തു, അത് ഈ ഒരു പർട്ടിക്കുലർ കേസിൽ അത് ആ പെർമിഷൻ ഇല്ലെങ്കിലും അതൊരു ഇല്ലീഗാലിറ്റി ഇല്ല, കാരണം 2 ഇൻഡിപെൻഡന്റ് വിറ്റ്നസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അത് ഗെറ്റ് ഓവർ ചെയ്യുന്നത്. രണ്ടാമത് വരുന്ന ഈ പിന്നെ പേഴ്സിന്റെ റിക്കവറി എന്ന് പറഞ്ഞാൽ അവർ ചാലഞ്ച് ചെയ്യുന്നത്, ആദ്യം ഇവന്റെ ഈ കോംബ് ചെയ്ത് എടുക്കുന്ന ദിവസം, പിന്നെ ഈ ഇവന്റെ പിന്നെ ലൂർദ് ആശുപത്രിയിലുള്ള പേപ്പറുകൾ സീസ് ചെയ്യുന്ന സമയം ഈ പറയുന്ന കാര്യം കിട്ടിയിട്ടില്ല. അപ്പോൾ അത് അവർ പറയുന്നത് അന്ന് ഇവൻ കൺഫസ് ചെയ്തിട്ട്, അപ്പം നമ്മൾക്കും കേസില്ല, അന്ന് കൺഫസ് അത് നമ്മൾ റിക്കവർ ചെയ്യാം, അവൻ്റെ പേഴ്സ് പരിശോധിച്ച് റിക്കവർ ചെയ്യാം. അപ്പോൾ അന്ന് പേഴ്സ് ഇവനെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുമായിരുന്നു. പിന്നെ കല്ലെടുക്കുന്ന ദിവസവും ഈ പേഴ്സിനെ പറ്റി പറഞ്ഞില്ല. അപ്പോൾ അത് പറയുന്ന ഈ പേഴ്സ് കൃത്രിമമായിട്ട് പിന്നെ ഇവനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട്, അതായത് വെച്ചാൽ അത് 3 ദിവസത്തിൻ്റെ ഡിഫറൻസ് ഉണ്ട്. കല്ലെടുത്തതും പേഴ്സ് എടുത്തതും രണ്ട് കൺഫെഷനില്ല. അപ്പോൾ രണ്ടാമത്തെ കൺഫെഷൻ പർപ്പസ്ഫുള്ളി ഉണ്ടാക്കിയതാണെന്നൊരു വാദം ഉണ്ടായിരുന്നു. പക്ഷെ ആ വാദം നിലനിൽക്കുന്ന വാദമാണ്. പക്ഷെ അതിനെ ഭാഗ്യവശാൽ അത് അവനെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ കോർട്ടിൽ നിന്ന് ഫർദർ ക്വസ്റ്റ്യനിങ്, ആദ്യം നേരെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തതാണ്, കോർട്ടിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ചിട്ട് എടുത്തപ്പോഴാണ് കുറച്ചും കൂടി ലീഗലായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത്. അപ്പോൾ അതിനെന്തിനാ വിശ്വസിക്കണം, അവനെ പിന്നെയും തുറന്നു പറയാം. അതായത് അന്ന് പറയാത്ത കാര്യങ്ങൾ വാങ്ങിച്ചിട്ട് ചോദ്യം ചെയ്തപ്പോഴാണ് പേഴ്സ് കിട്ടുന്നത്. അതിനെ കൗണ്ടർ ചെയ്തു. അപ്പോൾ അതിൽ എന്തിനാ വിശ്വസിക്കണം? അപ്പോൾ അവനെ എല്ലാ പ്രൊട്ടക്ഷനും കൊടുത്തു. പിന്നെ അവനാണെങ്കിൽ അവനെ ഫോഴ്സ് ചെയ്തു, അവനെ അടിച്ചു എന്നോ തല്ലിയെന്നോ ഒരു പരാതിയും മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പം വളണ്ടറി ആയിട്ട് പറഞ്ഞതാ. അങ്ങനെയാണത് പറഞ്ഞത്. ഈ ക്രോസിൽ എപ്പോഴും ഈ പറയുന്ന ഒന്ന് പേഴ്സിൻ്റെത്, കല്ലിൻ്റെത്, അതിനെല്ലാം. പക്ഷെ വിറ്റ്നസിൻ്റെ കാര്യത്തിൽ എന്ത് ക്രോസ് ചെയ്താലും പെർഫെക്റ്റ് ആയിട്ടുള്ള വിറ്റ്നസ് ആയിരുന്നു, പെർഫെക്റ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ. പിന്നെ നാച്ചുറലാണ് നമ്മൾ എവിഡൻസ് കൊണ്ടുപോയത് തന്നെ, ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംഗതിയും നമ്മൾ പറയില്ല. ചീഫ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ പറയുന്നത് പറഞ്ഞാൽ അതിലൊരു പ്രത്യേക തരത്തിൽ ആ ചീഫ് മുതൽ ഞാൻ എൻ്റെ സ്റ്റൈല് തന്നെ കുറച്ച് മാറ്റി. കാരണം അവിടെ എനിക്ക് അവരിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്, പുതിയ കാര്യം പഠിച്ചു. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെ കൂട്ടുകയറിയിട്ട് റീത്ത കൊല്ലപ്പെട്ട കാര്യം അറിയുമോ? അറിയാം. റീത്തയെ നിങ്ങൾക്ക് അറിയുമോ? അറിയും. പിന്നെ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുന്നത്, താങ്കൾക്ക് ഇത് സംബന്ധിച്ച് വല്ല കാര്യവും കോടതി മുമ്പാകെ പറയാനുണ്ടോ? ഉണ്ട് സർ. പിന്നെ അവർ പറയും ഞാൻ മിണ്ടൂല. ദാറ്റ് ഈസ് ദ മെത്തേഡ്. ഇല്ല. അപ്പൊ അവരെടുത്ത് അവർ പറയും സാർ, ഞാൻ ഇത്രാം തീയതി ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഇവനിങ്ങനെ ഒരാളിങ്ങനെ വന്ന് തിരിച്ചു പോകുന്ന കണ്ടു എന്ന് അവൻ തന്നെ അങ്ങ് പറയും. അതായത് ഈ ലീഡിങ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള വാദം ഒഴിവാക്കാൻ ഉള്ള ഒരു അതായത് അവര് വളരെ കാര്യമായിട്ട് അറിയാം അവർക്ക്. ഒരു വെറൈറ്റി കേസാണ് ഇത് പറഞ്ഞാലും അല്ലേ? അതെ. ഇപ്പം നിങ്ങൾ ഈ ചീഫ് കഴിഞ്ഞു, എല്ലാവരും ചീഫ് ഇതേ സ്റ്റൈലാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഓരോ ആളെടുക്കുമ്പോൾ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ഈ പരിശോധിക്കാൻ, അവരും പരിശോധിക്കപ്പെടാൻ വിളിച്ച ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് വല്ലെന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ട് സർ, ഇവനെ പഠിച്ചിട്ട് ഇവനെ മുടി ചീകിയെടുക്കാൻ നമ്മൾ കണ്ടു. ആ സാക്ഷി അങ്ങ് പറയാൻ തുടങ്ങും. അപ്പോൾ അത് എന്നിട്ട് പാക്ക് ചെയ്തു, സാർ അതിന് മേലെ ഒപ്പ് വെച്ചു, ഞങ്ങൾ ഒപ്പ് വാങ്ങിച്ചു. ഒറ്റ സാക്ഷി പോലും ഹോസ്റ്റലിലായില്ല. ഇല്ല. ഈ നിങ്ങളുടെ ചീഫ് കഴിഞ്ഞു, ക്രോസ് മണിക്കൂറുകളോളം ക്രോസ് ചെയ്തിരുന്നു. അതായത് ഒരുപാട് സമയം ക്രോസ് ചെയ്തിരുന്നു. പിന്നെ തുളസിബായി മാഡം ആണെങ്കിൽ ഒരു ഇന്റർഫിയറും ചെയ്യാതൊരു ജഡ്ജാണ്. അവർ വളരെ സമാധാനത്തിൽ എത്ര സമയം വേണമെങ്കിലും ക്രോസ് ചെയ്യുന്നതിന് ഒരു തടസ്സവും പറഞ്ഞിട്ട് ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. മണിക്കൂറുകളോളം ക്രോസ് ചെയ്തു. പ്രതിഭാഗത്തിന്റെ എല്ലാ റൈറ്റും സംരക്ഷിച്ചു. പിന്നെ ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നത്, ഞാനൊരു അന്ന് പ്രോസിക്യൂട്ടർ ആണെങ്കിലും നന്നായിട്ട് അതിൽ നിക്കോളസ് കേസ് നടത്തിയതാണ്. അപ്പോൾ അതൊരു 50-50 പോലെ എത്തിക്കാനുള്ള ഈ പറയുന്ന സാഹചര്യങ്ങൾ. പക്ഷെ എന്നാലും
നമ്മളൊരു പടി പ്രോസിക്യൂഷൻ മുന്നിലായിരുന്നു. പെനാൽറ്റിയിലാണ് രക്ഷപ്പെട്ടത്. എവിഡൻസുകളൊക്കെ അതെ. വന്നുപെടുന്നത് പെനാൽറ്റി പോലെയാണ്. അതെ അതെ അല്ലെ. പക്ഷെ എന്നാലും അതിനകത്ത് കാര്യം എന്ന് പറഞ്ഞാൽ ഈ 2-3 എവിഡൻസ് ഉണ്ടല്ലോ, അവൻ്റെ മുറിവും പിന്നെ അവൻ്റെ മുടിയും, അത് കോടതി ഒരിക്കലും അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ ഈ 2 കാര്യങ്ങൾ എത്ര ആർഗ്യൂ ചെയ്യുമ്പോൾ ജഡ്ജ് തന്നെ ആർഗ്യുമെന്റ്സിൽ ചോദിക്കും, ഈ എങ്ങനെയാ മുടി, എങ്ങനെയാ ആദ്യത്തെ ഇൻക്വസ്റ്റിൽ എന്താ മാനിപ്പുലേഷൻ ഉണ്ടോ, ഇല്ലല്ലോ. പിന്നെ രണ്ടാമത് എടുക്കുന്ന നേരം അത് ഇൻഡിപെൻഡൻറ്റ് വിറ്റ്നസ് ഉണ്ടല്ലോ. ഈ 2 കാര്യത്തിന് മേലെ എവിഡൻസിനെ കോടതി വളരെ കൃത്യമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. അതിനൊരു ട്രൂത്ത് ഉണ്ട് എന്ന് കോടതി കണ്ടു. വിചാരണ പൂർത്തിയായതിനു ശേഷമുള്ള ചോദ്യം ചെയ്യൽ, ആ ചോദ്യം ചെയ്യൽ അന്നേരവും വളരെ വിശദമായി റിട്ടേൺ ആയിട്ടുള്ള നോട്ട്സ് കൊടുക്കും. സാധാരണ 313 സ്റ്റേറ്റ്മെന്റ് ജഡ്ജി ചോദിച്ചിട്ട് എല്ലാത്തിനും അവൻ ആൻസർ ചെയ്തു. അവൻ ഓരോന്നിലും ഈ പേഴ്സിന്റെ പറ്റിയിട്ടും ഇവൻ ഈ ലൂർദ് ഹോസ്പിറ്റലിലുള്ള ഇഷ്യൂ സംബന്ധിച്ചിട്ടും ഓരോന്നും അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി തയ്യാറാക്കി മറുപടി കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും വക്കീൽ എഴുതിയിട്ട് കൊടുത്തിട്ട് തന്നെ അവൻ അത് കൊണ്ടുപോയി പറഞ്ഞിട്ടുണ്ട്. അതായത് അവന് പറയാൻ എന്തെങ്കിലും പറ്റാണ്ടാവുന്നുണ്ടെങ്കിൽ ആ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവൻ ജഡ്ജി ചോദിക്കുന്ന ചോദ്യത്തിന് പുറമെ എഴുതി തയ്യാറാക്കി മറുപടിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നിങ്ങളുടെ വിചാരണയുടെ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ ചോദ്യം ചെയ്യലിൽ കൃത്യമായിട്ട് എല്ലാത്തിനും അവന് ആൻസർ ഉണ്ട്. അവനെല്ലാം ഡിനൈ ചെയ്തു. അതായത് ഓരോ കാര്യവും നിഷേധിച്ചു. ഒന്നിനു പുറകെ ഒന്നായിട്ട് നിഷേധിക്കും. പിന്നെ രണ്ടാമത് ഇത് കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ്, ഇങ്ങനെ ഒരു സാധ്യം ഇല്ല, എന്നെ ഒരു മാസ്റ്ററില്ല, എൻ്റെ മുടി എടുത്തിട്ടില്ല, ഇത് കാര്യങ്ങൾ ചെയ്തിട്ടില്ല, ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ വാദിച്ചവർ അവരുടെ മുടി ആദ്യം ഇവർ ശേഖരിച്ച് വെച്ചതാണ് സ്റ്റേഷനിൽ, അതാണ് എൻ്റെ മുടി എന്ന് പറയുന്നത്. പക്ഷെ അതൊന്നും അത്ര ആദ്യം എടുത്തു വെച്ചു. എന്നിട്ട് അതെ, അവരെ കയ്യിൽ നിന്ന് കിട്ടിയ മുടിയല്ല നിങ്ങൾ അയച്ചത്, പക്ഷെ അതൊക്കെ അന്നേ പാക്ക് ചെയ്ത് സീൽ ചെയ്ത് പോയത്. അതല്ല, അങ്ങനെ തന്നെ കൃത്യമായിട്ട് പറയുന്നു. അങ്ങനെയൊക്കെ വാദത്തിനും ഈ വിചാരണ കഴിഞ്ഞു, വാദം കഴിഞ്ഞു, പ്രതിയെ കോടതി ചോദ്യം ചെയ്തു അല്ലെ. അതിനുശേഷം നിങ്ങൾ ഒരു പ്രതിവാദം ഉണ്ട്. അതിനകത്ത് പ്രോസിക്യൂഷൻ ഞാൻ എൻ്റെ ഓർമ്മ, ഞാൻ അതില് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ചെയ്തു. ഞാൻ നമ്പർ 1, നമ്പർ 2, നമ്പർ 4, നമ്പർ 5 അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 10-15 പോയിന്റ്സിൽ ഞാൻ എൻ്റെ ഒരു രീതി, നമ്മളിപ്പോൾ ഒരു മണിക്കൂറുകളോളം നമുക്ക് ആർഗ്യാം. പക്ഷെ നേരെ നമ്മൾ ഈ ആദ്യം പ്രോസിക്യൂഷൻ്റെ കേസ് ഇത്ര ആൾക്കാരെ വെച്ചിട്ട് അല്ലോ, നമ്മളൊരു ഫസ്റ്റ് ഈ സർക്കംസ്റ്റാൻസ് സാഹചര്യ തെളിവിൻ്റെ കേസിൽ നമ്മൾ ഡ്യൂട്ടി എന്താ വെച്ചാൽ ആ ലിങ്ക് പൊട്ടാതെ, അതായത് ഓരോ സാഹചര്യങ്ങളും തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു കണ്ണി എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് പ്രതിക്ക് അനുകൂലം. അപ്പൊ കണ്ണികൾ ഒന്ന്, നമ്മൾ ഈ മർഡർ നടന്നു എന്നുള്ളത് പ്രൂഫ്, അതിനുള്ള പോസ്റ്റ്മോർട്ടം, അതിലുള്ള ഇൻക്വസ്റ്റ് കാര്യങ്ങൾ, പിന്നെ നമ്മൾ ഈ പ്രതിയിലേക്ക് എത്തുന്നതിന് ഉള്ള ആ സാഹചര്യങ്ങൾ ഓരോന്നായിട്ടും 1 by 1 ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഈ 6 സാഹചര്യം കൊണ്ട് ഈ പ്രതി ഈ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു. അല്ല, നിങ്ങൾ കൊടുക്കേണ്ട പണിഷ്മെന്റിനെ കുറിച്ച്, അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ ബച്ചൻ സിംഗിന്റെ ഒക്കെ കേസ്, ഇപ്പം നമ്മളിപ്പോൾ ഒരു മീഡിയയുടെ ഒരു വലിയ താല്പര്യത്തിന് വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം ഉണ്ടല്ലോ. കാരണം പക്ഷെ ഇതിലെന്താന്ന് പറഞ്ഞാൽ, അതായത് ഒരു ഇതിൽ നമ്മളെ റെയറസ്റ്റ് ഓഫ് റെയർ കേസ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ശരിക്കും ഒന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പെർവ്യൂവിൽ ഇത് നിൽക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ലൈഫ് ഇംപ്രിസൺമെന്റേ പറഞ്ഞു. പ്രതിഭാഗം പറഞ്ഞത് ഈ 4 ലിങ്ക് ഈ പ്രതിയായിട്ട് കണക്ട് ചെയ്യുന്ന ലിങ്കുകളില്ല. അതായത് അത് കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ് മുടിയുടെ കാര്യം. പിന്നെ ഈ ലൂർദ് ആശുപത്രിയിലുള്ളത് ഇത് ഇതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല, അത് ആക്സിഡന്റലി വേറൊരു സംഭവത്തിന് ഇതിലേക്ക് നിരപരാധി. എന്നിട്ട് പണിഷ്മെന്റ് എന്താണ്? പണിഷ്മെന്റ് പറഞ്ഞാൽ ലൈഫ് ഇംപ്രിസൺമെന്റ് കൊടുത്തു. പിന്നെ അറ്റംപ്റ്റ് റേപ്പിന് 4 years കൊടുത്തു. അത് അന്നെന്താ വെച്ചാൽ ഈ റേപ്പിന് ഒരു 10 years വരെയാണ് ഉള്ളത്. റേപ്പ് ഒക്കെ ഇപ്പാണ് പിന്നെ പണിഷ്മെന്റ് 376 511 വിത്ത് 376 റെഡ് വിത്ത്. അപ്പൊ അതിലെന്ത് ചെയ്യുന്നു, 4 years കൊടുത്തു. പിന്നെ ഞാൻ അതാ പറഞ്ഞു, ആ സ്ത്രീ എല്ലാത്തിനും ഒരു മിതത്വം പാലിക്കുന്ന ഒരു ലേഡിയാണ് നമ്മുടെ ജഡ്ജ്. ഒരു അമിതമായിട്ട് ഒന്നിനുമില്ല, എല്ലാത്തിനും വളരെ ഒരു കർക്കശമായിട്ടുള്ളൊരു ചട്ടക്കൂടിന് ഒതുങ്ങി നിൽക്കുന്ന ആളാണ്. ഇത് കൂടാതെ ഈ 302 എന്താ കൊടുത്തു? 302 ലൈഫ് ഇംപ്രിസൺമെന്റ് കൊടുത്തു. പിന്നെ ഞാൻ ഇപ്പം ആലോചിക്കുന്നതാണെങ്കിൽ ഇപ്പൊ ഒരു കേസ് കോടതി ചെയ്യാതെ ശരിക്കും 10,000 ഫൈനൊക്കെ വിളിച്ചത്. അതൊക്കെ വളരെ കുറവാ ആ കാലത്ത്. 10,000 ഫൈന് വിളിച്ചിട്ട് അത് അടച്ചിട്ടില്ലെങ്കിൽ 1 more month, ഒരു മാസം. ശിക്ഷയെ കുറിച്ച് ഈ ശിക്ഷയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പ്രതി ഞാൻ അന്നേരവും പ്രതി പറഞ്ഞത് ഞാൻ നിരപരാധിയാണെന്ന്. അപ്പോൾ കോടതി പറഞ്ഞു അതെ, ഓൾറെഡി ഞാൻ ഫൈൻഡിങ് ചെയ്തു കഴിഞ്ഞു,
അപ്പോൾ ലഘുവായ ശിക്ഷ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടി പറഞ്ഞു. അതേ പക്ഷെ ഉള്ളൂ. അതും കോടതി എന്ത് ചെയ്തു, അവനെ കേട്ടു. അവൻ പറയുന്നത് വക്കീൽ ആർഗ്യ ചെയ്തു, അവൻ ഞങ്ങളുടെ അടുത്ത് ആർഗ്യ ചെയ്തു. അവനെന്താണ്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, അതൊക്കെ അവന്റെ മക്കളൊക്കെ ഉള്ളവനാണ്. അവനുണ്ട്, അവന് കുടുംബമൊക്കെ ഉണ്ട്. കുടുംബമൊക്കെ ഉണ്ട്. ആ ശിക്ഷയെ കുറിച്ച്, ശിക്ഷ പറഞ്ഞപ്പോൾ അവന്റെ ഒരു മനോഭാവം എന്താണ്? ശിക്ഷ പറഞ്ഞ അവന് എനിക്കൊന്നൊരു നിർവികാരതയിലായിരുന്നു അവനുണ്ടായിരുന്നത്, എന്റെ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ആ കേസ് അവൻ അത് ഏകദേശം എനിക്ക് തോന്നുന്നു അത് ഒരു മുന്നിൽ എപ്പോഴും കണ്ടുകൊണ്ടേ ഇരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ശിക്ഷ ഹൈക്കോടതി, സുപ്രീം കോടതി, ഹൈക്കോടതി അത് വീണ്ടും സ്ഥിരപ്പെടുത്തി. ജഡ്ജ്മെന്റില് തുളസിബായി എന്തെങ്കിലും പ്രത്യേകം പറഞ്ഞു? അല്ല, തുളസിബായി ഇതിലൊരു പിന്നെ സംശയാതീതമായിട്ട് പ്രോസിക്യൂഷൻ ഓരോ ലിങ്കും പ്രൂവ് ചെയ്തു എന്ന് അവര് ജഡ്ജ്മെന്റ് കൃത്യമായി പോലീസിനെയും, അതായത് ഈ കേസിലെ പ്രോസിക്യൂഷന്റെ വിറ്റ്നസിനെയും പ്രോസിക്യൂഷനെയും അവര് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊള്ളാം. നമ്മുടെ സമയം തീരുകയാണ്. പ്രേക്ഷകരെ ഒന്ന് ആലോചിക്കണം, ഒരു പാവം ഭർത്താവ് വളരെ കൂളായിട്ട് അകത്തേക്ക് പോകാവുന്ന ഒരു കേസായിരുന്നു ഇത്. നമ്മുടെ കേരള പോലീസ്, പ്രത്യേകിച്ച് പി സദാനന്ദനെ പോലുള്ള പോലീസ് ഓഫീസർ, അദ്ദേഹം SP ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഏകദേശം 1000-ലധികം മോഷ്ടാക്കളുടെ കുറ്റാന്വേഷണത്തിലും ലോ ആൻഡ് ഓർഡറിലും ഒരുപോലെ തിളങ്ങിയ ഒരു ഓഫീസറാണ്, എഴുത്തുകാരനാണ്, പ്രാസംഗികനാണ്. അന്നിങ്ങനെയുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും കൊള്ളാവുന്ന ഒരു പ്രോസിക്യൂട്ടറും അങ്ങ് ചേർന്നപ്പോൾ ആ കേസ് കൃത്യമായിട്ട് പ്രതിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തു. ഇല്ലെങ്കിൽ ഒരു പാവം ഭർത്താവ്, അങ്ങനെ നിരപരാധികൾ കുടുങ്ങിയ ഒത്തിരി കേസുകൾ നമുക്കറിയാം. ഇത് കൃത്യമായിട്ട് പ്രതി തന്നെ ശിക്ഷിക്കപ്പെട്ടു. ഇതാണ് സത്യം. കടന്നു വരുന്ന വഴി ഒരു തുണ്ട് കടലാസിൻ്റെ രൂപത്തിലാണ്. തളിപ്പറമ്പിലെ ലൂർദ് ഹോസ്പിറ്റലിലെ ഒരു കൊച്ചു ചീട്ടിൻ്റെ രൂപത്തിൽ കടന്നു വന്ന് അവനത് കുരുക്ക് കറക്റ്റ് മുറുകാനുള്ള സാഹചര്യം ഒരുങ്ങി. അദ്ദേഹം പറഞ്ഞ പോലെ തെളിവുകൾ കൃത്യമായി കോർത്തിണക്കി വന്നപ്പോൾ ദൃക്സാക്ഷികളില്ലാത്ത ഒരു കേസിൽ കോടതി ജീവപര്യന്തം കൊടുത്തു. ഇത് ഒരു പാഠമായിരിക്കണം നമുക്കെല്ലാം പഠിക്കേണ്ട ഒരു പാഠമാണ്. ഇതൊരു വെറൈറ്റി കേസുമാണ്. ഇപ്പം വിനോദ് കുമാർ ചാംബ്ലോൻ പറഞ്ഞല്ലോ, ഇത് അക്കാഡമിയിൽ പഠിക്കാൻ കൊണ്ടുപോയതാണെന്ന്. നാട്ടിലെ മുഴുവൻ ആളുകളും പറയുന്നു ഭർത്താവ് തന്നെയാണ് കൊന്നതെന്ന്. ഒടുവിൽ ആ നാട്ടിൽ നിന്ന് തന്നെ പ്രതിയെ പിടിക്കുന്നു. എന്തായാലും പ്രേക്ഷകർ ഈ ചാർജ് ഷീറ്റ് വിശദമായി കേൾക്കുക. നിയമരംഗത്ത് പുതിയൊരു ബോധമുണ്ടാകട്ടെ, അറിയട്ടെ കൂടുതൽ കാര്യങ്ങൾ. പ്രേക്ഷകർക്കും ഒപ്പം വിനോദ് കുമാർ ചാംബ്ലോൻ നന്ദി, നമസ്കാരം.